എന്താ കുട്ടി ഇവിടെ വന്നിരിക്കണേ? ഇനി തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എഴുന്നേറ്റ് വാ, മുത്തച്ഛൻ തിരക്കണു. ഓപ്പോള് പൊക്കോളൂ, ഞാൻ ഇത്തിരി നേരം ഇവിടെ ഒറ്റയ്ക്കിരിക്കട്ടെ. അങ്ങനെ ഇപ്പൊ നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ട. എന്താ, ഞാൻ കൊളുത്തച്ചെടി ചാകുമെന്ന് വിചാരിച്ചിട്ടാ? ഇല്ല ഓപ്പോളെ, അങ്ങനൊന്നും ഇനി ഉണ്ടാവില്ല. ജീവിക്കണം എനിക്ക്. ഇനി എന്റെ മുമ്പില് വെളിച്ചമുണ്ട്. വീഴാൻ പോകുമ്പോ മുറുക്കി പിടിക്കാനൊരു കൈയുണ്ട്. ഓപ്പോളെ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, മനസ്സെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിരിക്കണോ ഞാനൊരാളെ. നീ എന്തൊക്കെയായി പറയണേ? ഓപ്പോള് കേട്ടില്ല മുത്തശ്ശൻ പറഞ്ഞത്? സത്യാണത് ഓപ്പോളെ. ഈ മേഴത്തൂർ ഭഗവതി അല്ലാവൂരപ്പനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കണോ മോളെ? ജീവിതത്തില് ആദ്യമായിട്ട് ഒരാളെ മോഹിക്കുകയാണ് എന്റെ ഓപ്പോളെ. എല്ലാം ഒരു കയറും തുമ്പ് തൊടുക്കി കളയാൻ ഇടവരുത്തല്ലേ. ഞെട്ടിപ്പോയി ഞാൻ. അവളുടെ മനസ്സില് വല്ലാണ്ട് കയറിപ്പെട്ടിരിക്കുന്നു അയാള്. എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ചാട്യക്കാരിയാണ് അവള്. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞൊന്ന് പിന്തിരിപ്പിക്കണം. എന്തിന്? അവൾക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടാച്ചാ എതിര് നിൽക്കണോ? എന്താ ഈ പറയണേ? അല്ല, അതിപ്പോ അതാണ് അവളുടെ വിധിയെങ്കിലോ? പ്രശ്ന വിചാരത്തിൽ ഞാനത് തെളിഞ്ഞു കണ്ടിരിക്കണു. എന്ത് ഭ്രാന്തായി പറയണേ? കല്യാണം കഴിഞ്ഞ ഒരാളല്ലേ ദേവനാരായണൻ? അതെ, പക്ഷെ അവർ രണ്ട് ധ്രുവങ്ങളിലാ. വേണേച്ചാ പെട്ടെന്ന് അങ്ങോട്ട് വേർപെടുത്താവുന്നൊരു ഉറപ്പേ ആ ദാമ്പത്യത്തിനുള്ളൂ. എന്നാലും ജാതിയിൽ അയാൾ ആരാ? സ്വഭാവത്തിൽ എങ്ങനെയാ? ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാ ജാതി നിശ്ചയിക്കുക. പിന്നെ സ്വഭാവത്തിന്റെ കാര്യത്തില് ദേവനാരായണനെ പോലെ പൗരുഷം തികഞ്ഞ മറ്റൊരാളെ കണ്ടിട്ടുണ്ടോ? ഒറ്റ കാര്യത്തിലേ എനിക്ക് നിർബന്ധമുള്ളൂ, അവളുടെ കണ്ണീരിവിടെ വീഴരുത്. ഇനിയെല്ലാം ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ. ഭഗവാനെ. ഭ്രാന്തന്മാരെ ശീലിച്ച് ഇപ്പൊ ഭ്രാന്ത് വല്യമാമയ്ക്കായോ? ഇല്ല, സമ്മതിക്കില്ല ഞാൻ. ഒന്ന് പതുക്കെ പറയാ, അപ്പുറത്താരെങ്കിലും കേട്ടാ? കേക്കട്ടെ, വല്യമാമ തന്നെ കേക്കട്ടെ. തല വെട്ടച്ച വെട്ടട്ടെ. എന്നാൽ ഈ നെറുകേട് ഞാൻ സമ്മതിക്കില്ല. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല വല്യമാമ. നളിനറിയില്ലേ? അവളെന്തോ ഭ്രാന്ത് പറഞ്ഞു, ഓപ്പോൾ എന്തോ കേട്ടു, വല്യമാമ എന്തോ തീരുമാനിച്ചു. പിന്നെ എന്റെ ഒരു വിശ്വാസത്തിൽ ദേവനാരായണന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവില്ല. അയാളെ പറ്റി തനിക്ക് എന്തറിയാം? മതി ചികിത്സയും കായൽപ്പൊക്കെ അടിച്ചിറക്കി ഞാനവനെ. അളിയും വെറുതെ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കണ്ട. ഏറി വന്നാൽ ഒരാഴ്ച അയാൾ മടങ്ങി പോവില്ലേ? ഹരി പറഞ്ഞാ ശരി, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നിന്നെ പറഞ്ഞാ മതി. ശ്രദ്ധിക്കണായിരുന്നു നീ അവളെ. ഒരുങ്ങി കഴിഞ്ഞില്ലേ ദേവാ? എന്നിട്ട് അപ്പൊ വിളിച്ചു പറഞ്ഞ മറന്നോ? നാളെയല്ലേ ഫംഗ്ഷൻ? മറന്നു ഞാൻ. എന്താണോ, തനിക്കെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തായിരുന്നില്ലേ? അയ്യോ, ഫംഗ്ഷൻ മറന്നതല്ല, അതിന്റെ കാര്യം ഓർമ്മപ്പെടുത്തണം എന്ന് വിചാരിച്ചത് മറന്നുപോയി, അതാ പറ്റിയത്. തിരുമേനി ഒന്ന് കാണണം. ഇരുന്നോളൂ. സീതാലക്ഷ്മി, അറിഞ്ഞു, കൊണ്ടുപോകാൻ ആളെത്തിയില്ലേ? അതെ. മറന്നു പറഞ്ഞതൊക്കെ? പറഞ്ഞില്ലേ എന്നോട് മനസ്സ് ഭസ്മം തൊട്ട് തുടച്ചു എനിക്ക് വെക്കണമെന്ന്? ഒക്കെ അനുസരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, എങ്ങോട്ടും പോവാണ്ടേ. സീതാലക്ഷ്മി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്ത് പറ്റി നിനക്ക്? ഇഷ്ടപ്പെട്ടു പോയി, വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഒന്ന് വിളിക്കൂ എന്നെ, കൂടെ ഇറങ്ങി വരാൻ ഞാൻ. മിണ്ടരുത്. നീ എന്താ വിചാരിച്ചേ? സങ്കടപ്പെട്ട് നടക്കുന്നുണ്ട് ഇത്തിരി കാരുണ്യം കാണിച്ചപ്പോ? അപ്പൊ എന്നെ പറഞ്ഞു മോഹിപ്പിച്ചതൊക്കെ? എന്ത് മോഹിപ്പിച്ചു? ഞാനൊരു പാവാദേവേട്ട, എന്നെ ഇട്ടിച്ച് പോകരുത്. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു ദേവേട്ട, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, 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 പേടിക്കണ്ട. ഈശ്വരൻ മാഡം വരും, ഞാൻ പോയിട്ട് വരും. വേണ്ടാത്തതിലേക്കൊന്നും മനസ്സിനെ വലിച്ചെടുക്കാതെ നല്ല കുട്ടിയായിട്ടിരിക്കും. എല്ലാം കേട്ടു, കണ്ടു. അവൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. തിരുമേനി ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു ഉപദേശം കൊണ്ട് തിരുത്താവുന്ന നില വിട്ടിരിക്കണു അവള്. നിനക്ക് രണ്ടാം ജന്മം നൽകി എനിക്ക് നീ ഒരു ദക്ഷിണ തരണം.
അതാ ഞാൻ ചോദിക്കണം. എന്റെ സീതാലക്ഷ്മിക്ക് വേണ്ടി. എന്നെ കുറിച്ച് എല്ലാം അറിയില്ലേ തിരുമേനി? എനിക്കൊരു കുടുംബമുണ്ട്. ഇഷ്ടമില്ലാത്തൊന്നും നമ്മൾ മടിശീലെ കൊണ്ട് നടക്കാറില്ലല്ലോ ദേവ. വല്ല ഊരിലെ നിന്റെ കാല് കെട്ടിട്ടിരിക്കണ ആ നൂലാചാരം ഒന്ന് അറ്റിച്ചാൽ അത് എന്റെ മോൾക്കൊരു പുണ്യാവില്ലേ? എന്താ പറഞ്ഞത്? മൂലാചാരം അറ്റിക്കാനോ? സ്നേഹിച്ചിട്ടില്ലായിരിക്കാം. അഗ്നിസാക്ഷിയായി ഞാൻ താലി കെട്ടിയ പെണ്ണാണവള്. ചോദിച്ചില്ലേ ദക്ഷിണ? എടുത്തോളൂ. ഈ വലം കഴുകന്നെ വെട്ടിയെടുത്തോളൂ. അല്ലെങ്കിൽ ഗുരുത്വദോഷത്തിന്റെ പേരിൽ ഈ മൂർധാവിൽ ഇരുത്തി വീഴട്ടെ എന്ന് ശപിച്ചോളൂ. വേറൊന്നും എന്നോട് ചോദിക്കരുത്. തിരുമേനിയോടൊന്ന് പറഞ്ഞിട്ട്. വേണ്ട. ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ, സാരിയും ബ്ലൗസും ഒക്കെ എടുത്ത് വെച്ചോ? എന്തെടുത്ത് വെക്കാനാ പറഞ്ഞ? നിന്റെ സാരിയും ബ്ലൗസും ഒക്കെ ഈയും വരുന്നു തൃശ്ശൂർക്ക്. എന്താ നോക്കി നിൽക്കണേ? ചെല്ലു വേഗം ചെല്ല്. അവളെ കൂടെ കൊണ്ടുപോകാൻ തോന്നിയത് ഏതായാലും നന്നായി. നിനക്ക് ഫെലോഷിപ്പ് കിട്ടിയതിനേക്കാൾ കൂടുതൽ സന്തോഷായി. അതെ, രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് പുറപ്പെട്ടോളൂ. ഭാഗീരഥി, പോയി വരിക. പോയി വന്നട്ടെ. ഭാഗ്യം. ഈ നിമിഷം തന്നെ കണ്ണടഞ്ഞു പോയാൽ എനിക്ക് പുനർജന്മം ഉണ്ടാവില്ല ഭാഗീരഥി.